ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ചൂണ്ടയിടാൻ പോവുകയാണ്. താഴെ നമ്മുടെ വീടിൻ്റെ താഴെയാണ് വയലുണ്ട്. അവിടെ ഈ ഇഷ്ടികയ്ക്ക് വേണ്ടി ചെളിയെടുത്ത കുഴിയുണ്ട്. അവിടെ ഇങ്ങനെ ആറ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മീനുകളൊക്കെ കയറി കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചൂണ്ടയിടാൻ വേണ്ടി. അങ്ങനെ ചൂണ്ടയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചൂണ്ടയിടലുമായിട്ട് വലിയ ഇതില്ല, എങ്കിലും നമ്മൾ പോയി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പോകുന്ന വഴികളാണ്. പോകുന്ന വഴികളിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ചൂണ്ട ഇടാനായിട്ട് പോവുകയാണ്. ചെറിയൊരു തോടും വെള്ളവുമാണ് ഇവിടെ. നമ്മുടെ മീൻപിടുത്തക്കാരൻ മുന്നേ നടക്കുന്നു. ഗേസ്, ഇതൊരു കുളമാണ് ഗേസ്. അതുകൊണ്ടോ ഇത് പണ്ട് കൃഷിക്ക് വേണ്ടിയൊക്കെ അവർ കുഴിച്ചായിരുന്നു. വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം റബ്ബറൊക്കെ. അന്ന് കുഴിച്ചു വന്ന കുളമാണ്. ഇടയ്ക്കൂടെ തോട് പോയിക്കുന്നുണ്ടോ നിങ്ങൾ ഗേസ്? ഈ തോട്ടിൽ കൂടെ ഒക്കെ മീൻ വരും മഴ പെയ്യുമ്പോഴേ. ഈ തോട് പോയി തീരുന്ന ആ കട്ടക്കുഴിയില്ല, നമ്മളിപ്പോൾ ചൂടാൻ പോകുന്ന കട്ടക്കുഴിയില്ലേ, ആ കട്ടക്കുഴിയിലോട്ടാണ് പോകുന്നത്. ആ കട്ടക്കുഴിയിൽ നിന്ന് ഇതിനകത്തൂടെ മീൻ കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം റബ്ബറാണ് ഗേസ്. പണ്ട് ഇതെല്ലാം നെൽപ്പാടങ്ങളായിരുന്നു. ആ നെൽപ്പാടങ്ങളെല്ലാം നികത്തി റബ്ബർ നട്ടേക്കുവാണ്. എന്നിട്ട് കണ്ണീരോടുള്ള വെള്ളമാണ്. നമ്മുടെ നെൽപ്പാടമായിരുന്നു കേസ്. പണ്ട് നമ്മൾ ഈ നെൽപ്പാടം പിന്നെ വിറ്റതാണ്. പിന്നെ അവരാണ് റബ്ബറൊക്കെ വെച്ചത്. പണ്ട് നമുക്കിവിടെ നെല്ലും പയറും ഒക്കെ നടന്നതായിരുന്നത്. ഇത് കണ്ട കേസ്, നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ കയറിപ്പോവുകയാണ്. കണ്ടോ ഗേസ്, ഒരു ഗുഹമാരി കണ്ടോ ഗേസ്. ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമാണത്. ഗുഹയ്ക്കകത്തൂടെ പോകുന്നത്. ഹലോ ഗേസ്, ഇതാണ് നമ്മുടെ കട്ടക്കുഴി എന്ന് പറഞ്ഞ് വിശാലമായിട്ട് കിടക്കുക. ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. എല്ലാം പായലും പുല്ലുമൊക്കെ കയറി കിടക്കും. ഇതൊക്കെ വിശാല ഭയങ്കര കുഴികളാണ്. ഇതെല്ലാം നമ്മൾ ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലം നോക്കുകയാണ്. ഇവിടെ എല്ലാം പായൽ പിടിച്ച് കിടക്കുകയാണ്. അങ്ങൊരു ക്ഷേത്രം കാണാം. എല്ലാം കുഴികളാണ്. അടിക്ക് കുഴികൾ മേളി ഇങ്ങനെ പോച്ചെടുക്കും. അടിക്കോട്ട് വലിയ കുഴികളാണ് ഇതെല്ലാം. നമുക്കൊരു ബ്രാലിനെ കിട്ടിയിരിക്കുകയാണ്. ഇത് വേണ്ട നല്ല പൊന്നു പൊന്നാടെ. ഒരു ബ്രാലും ഒരു ചെറിയ കോരയും. അങ്ങനെ ഒരാളെ കൂട്ടായി. അങ്ങനെ അടുത്ത മീൻ ഇതാണ്ട് പിടിക്കുന്നത്. അടുത്ത ഏതാ? ചെമ്പല്ലി. അല്ല, കൈതക്കോര. ചെമ്പല്ലി ഒന്നുമല്ല.
വായി നീ ചൂണ്ട ഇങ്ങോട്ട് ഇളവാൻ ഭയങ്കര പാടാ. കുത്തി അകത്ത് കയറ്റി. അടുത്തവനെ പിടിച്ചു. അടുത്തൊരു പരല്.